കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് 100% കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് മാത്രം കൊടുക്കുകയും ചെയ്യരുത്. ഇതിലൊന്നും നമുക്ക് സീറ്റ് അലോട്ടഡ് ആയിട്ടില്ല, നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ സ്റ്റേ വേക്കൻസിയിൽ സീറ്റുകൾ കാണിക്കും, ഇത്ര വേക്കൻസികളുണ്ടെന്ന് കാണിക്കും. അതിനനുസരിച്ച് മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. പലരും കാണിക്കുന്ന ചില ചെറിയ അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. 12 പ്രോഗ്രാമുകൾക്കും ഈ ഒരൊറ്റ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം. അത് ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ആ സീറ്റ് എടുക്കണം. ആഗ്രഹിക്കുന്നൊരു സീറ്റ്, പോകാവുന്നൊരു സീറ്റ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കുകയും ആ ഒരു സീറ്റിൽ നിന്നുകൊണ്ട് വേണം. സർ, അതുപോലെ നമ്മുടെ ഒരു MBBS കാറ്റഗറി വിഭാഗത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമായിരിക്കും? അതും ഈ പറഞ്ഞ പോലെ തന്നെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 153ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മുടെ കേരള മെഡിക്കലിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് ഏതെല്ലാമാണെന്നുള്ളതാണ്. നമുക്കത് പറഞ്ഞു തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും മെയ് 4-ാം തീയതി നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകൾ കിട്ടും, അതിന് ഏതൊക്കെ ഫീസാകും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ ധാരണയാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാവുക. ഓൾ ഇന്ത്യ ലെവലിൽ എഴുതിയ പരീക്ഷയിൽ നിന്നും കേരളത്തിലോട്ട് ഉള്ള ആ റാങ്കിലോട്ട് മാറ്റപ്പെടുമ്പോൾ എത്രത്തോളം പ്രയോജനമുണ്ടായി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിലേക്കായാലും കൂടുതൽ കേരള മെഡിക്കൽ റാങ്ക് കൂടുതൽ ബെറ്ററായിട്ട് കിട്ടിയൊരു വർഷമാണിത്. കാരണം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2500 പേര് 25,000 റാങ്കിലുണ്ടായിരുന്നെങ്കിൽ ഇതോടെ 2200 പേരാണുള്ളത്. അപ്പം കേരള മെഡിക്കൽ റാങ്ക് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ടൊരു റാങ്ക് കിട്ടി. എന്നാൽ 450-80 ഒക്കെ റേഞ്ച് വന്നപ്പോഴേക്കും ധാരാളം കുട്ടികൾ ആ മേഖലയിലുണ്ട് താനും. അപ്പം ഇനി തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റുകളെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാ അലോട്ട്മെൻറ്റുകളും ഉടൻ തന്നെ ആരംഭിക്കുകയും ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എന്താ പറയുക, ഓൾ ഇന്ത്യ ലെവലിലുള്ള അലോട്ട്മെൻറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചു. കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി കേരള മെഡിക്കലിന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 റാങ്ക് ലിസ്റ്റുകൾ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. ഒന്ന് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്, മറ്റൊന്ന് കേരള ആയുർവേദ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ആയുർവേദത്തിന് മാത്രം പ്രത്യേക റാങ്ക് ലിസ്റ്റ് എന്നുള്ളത്. അത് സംസ്കൃതം പഠിച്ച വിദ്യാർത്ഥികൾക്ക്, +2-ന് സംസ്കൃതം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ആയുർവേദത്തിന് 5 മാർക്ക് കൂടുതലായിട്ട് കിട്ടും. കേരളത്തിൻ്റെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് വേണമെങ്കിൽ സംസ്കൃതം എടുക്കാം. അങ്ങനെ സംസ്കൃതം പഠിച്ചവർക്ക് കേരള കീമിന് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ 5 മാർക്ക് കിട്ടിയപ്പോൾ അത് നീറ്റിൻ്റെ മാർക്കിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് ആയുർവേദത്തിന് മാത്രമായിട്ടൊരു റാങ്ക് ലിസ്റ്റ്. ബാക്കി എല്ലാ കോഴ്സുകളും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചില പേരൻസ് ചോദിച്ചു, ഇപ്പോൾ ആയുർവേദത്തിന് റാങ്ക് വന്നു, പിന്നെ അഗ്രികൾച്ചറിന് വേറൊരു റാങ്ക് വരുമോ, അല്ലെങ്കിൽ വെറ്റിനറിക്കായിട്ട് വേറൊരു റാങ്ക് വരുമോ? അങ്ങനെയൊന്നുമില്ല. കേരള മെഡിക്കലിന് ഒറ്റ റാങ്ക് ലിസ്റ്റേ ഉള്ളൂ. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് 12 കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കുന്നത്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഹോമിയോയ്, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ബയോടെക്നോളജി പോലെയുള്ള 12 പ്രോഗ്രാമുകൾക്കും ഈ ഒരൊറ്റ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം. അത് ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും. ഇവിടെ +2 മാർക്ക് ആഡ് ചെയ്തിട്ടുമില്ല. +2-ന് 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. ബാക്കി എല്ലാവർക്കും അഡ്മിഷനെ സമീപിക്കാം. ആയുർവേദത്തിന് മാത്രം ആയുർവേദത്തിൻ്റേതായിട്ടുള്ളൊരു റാങ്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ സംസ്കൃതം പഠിച്ചവരെ കൂട്ടിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ എന്താണ് സാധ്യത എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും കേരളത്തിൻ്റെ വെബ്സൈറ്റ് വഴി, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി, ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അവരവർക്ക് താല്പര്യമുള്ളതിനൊക്കെ പ്രിഫറൻസ് ഓർഡർ നൽകി, ഓപ്ഷൻസ് നൽകി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ഇപ്പോൾ ആഗസ്റ്റ് 1-ാം തീയതിയോടുകൂടി ആരംഭിക്കും. MBBS, BDS ഓഗസ്റ്റ് 15-ന് ശേഷം അലൈഡ് കോഴ്സുകളുടെ അഗ്രികൾച്ചർ, വെറ്റിനറി പോലുള്ള പ്രവേശനം ആരംഭിക്കും. അപ്പോൾ അതിലൊക്കെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാത്തിലും 4 അലോട്ട്മെൻറ്റുകളാണുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, മോപ്പപ്പ് റൗണ്ട്, സ്ട്രേ വേക്കൻസി. എല്ലാം ഓൺലൈൻ തന്നെയാണ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ പോയി ചേരുക എന്നുള്ള ആ പ്രോസസ്സ് തന്നെ എല്ലാത്തിനും ഒരേ സിസ്റ്റം തന്നെയാണ്. അതിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അവനും പറ്റിയ മേഖലകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. സർ, അങ്ങനെയെങ്കിൽ ഓരോ റാങ്കിനും അനുസരിച്ചിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഏകദേശം എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു
മുൻവിധിയോടുകൂടി ഇതിനെ സമീപിക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആദ്യമായിട്ടുള്ളത്. പലപ്പോഴും ഇപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടെ MCCയുടെ സൈറ്റ് വഴി നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും കേരള വഴി അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ കിട്ടിയിട്ടുണ്ടല്ലോ അല്ല മുൻ വർഷങ്ങളിൽ കിട്ടിയിട്ടില്ലല്ലോ, ഈ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം അത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ളൊരു പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു സൂചകം മാത്രമേ അതുള്ളൂ. ഈ വർഷം അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്ഷൻ കൊടുക്കാതിരിക്കരുത്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് 100% കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് മാത്രം കൊടുക്കുകയും ചെയ്യരുത്. ഓരോ വർഷത്തെ അലോട്ട്മെൻറ്റ് നോക്കിക്കോളൂ, തികച്ചും വിഭിന്നമാണ്. അതുകൊണ്ട് ഓരോ കാറ്റഗറി ഉള്ളവരാണെങ്കിലും അല്ല ജനറലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവനവൻ്റെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. പലരും കാണിക്കുന്ന ചില ചെറിയ അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചില കാറ്റഗറിക്ക് ഇന്ന സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് 2024-ലോ 2023-ലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കും, അവനവന് കിട്ടാൻ അർഹതയുള്ള ബാക്കിയുള്ള ഒന്നിനും കിട്ടാതെ പോകും. എന്നിട്ട് ലാസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സീറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയല്ല, ആദ്യം മുതൽ തന്നെ അലോട്ട്മെൻറ്റുകളിലൊക്കെ സജീവമാകുക. അതിൽ ഇപ്പോൾ കേരള മെഡിക്കൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 900 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ പെട്ട് അലോട്ട്മെൻറ്റ് നടക്കാനുള്ള സാധ്യത. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ MBBSന് ഒരു 900-950 റാങ്ക് വരെ മാക്സിമം പ്രവേശനം കിട്ടുകയുള്ളൂ. അതുതന്നെ സെൽഫ് ഫിനാൻസിങ് MBBSലോട്ട് പോകുമ്പോൾ ഏതാണ്ട് 10,000 കേരള മെഡിക്കൽ റാങ്ക് വരെ ആയിരിക്കും സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു പ്രവേശനം കിട്ടാനുള്ള സാധ്യത. ഗവൺമെൻറ് BDSലോട്ട് എത്തുമ്പോഴേക്കും ഏതാണ്ട് 4,000-4,200 കേരള മെഡിക്കൽ റാങ്ക് വരെ ആയിരിക്കും സ്റ്റേറ്റ് മെറിറ്റിൽ പ്രവേശനം കിട്ടുക. ഇതൊക്കെ ഒരു 3-ാം ഘട്ടത്തിലാണ്. ഇതൊക്കെ 4-ാം ഘട്ടത്തിലൊക്കെ മാറിയേക്കാം, അല്ലെ 3-ാം ഘട്ടത്തിലൊക്കെ മാറിയേക്കാം. പക്ഷേ ഏകദേശം നമുക്കൊരു ധാരണ എന്ന് പറയുന്നത് അതായിരിക്കും. സെൽഫ് ഫിനാൻസിങ് BDSന് നമുക്കറിയാം 38,000 കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് BDSനൊരു സീറ്റ് കിട്ടും. അതുപോലെ തന്നെ അഗ്രികൾച്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10,000 കേരള മെഡിക്കൽ റാങ്ക് വരെ അഗ്രികൾച്ചർ കിട്ടും. ഒരു 4,500 റാങ്ക് വരെയൊക്കെ വെറ്റിനറി പ്രവേശനം കിട്ടും. കാരണം വെറ്റിനറിക്ക് കോളേജ് കുറവാണ്, 2 കോളേജേ ഉള്ളൂ. ആയുർവേദത്തിനാണെങ്കിൽ ഒരു 12,000 കേരള മെഡിക്കൽ റാങ്ക് വരെ ആയുർവേദം കിട്ടും. 17,000 റാങ്ക് വരെ ഉള്ളവർക്ക് ഹോമിയോ കിട്ടും. അതുപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകളൊക്കെ 15,000-17,000 റാങ്ക് വരെയുള്ളവർക്ക് കിട്ടും സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ. അപ്പോൾ ഇത് നമുക്കൊരു സൂചകം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും തികച്ചും മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് അലോട്ട്മെൻറ്റിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളിലും കുട്ടികൾ പങ്കെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർ, അതുപോലെ നമ്മുടെ ഒരു MBBSൻ്റെ കാറ്റഗറി വിഭാഗത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമായിരിക്കും? അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷവും തികച്ചും മാറ്റങ്ങളോടുകൂടി തന്നെയാണ് എല്ലാ വർഷവും വരുന്നത്. എങ്കിലും ഒരു സാധ്യത നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഈഴവ റിസർവേഷനുള്ളൊരു കുട്ടിയാണെങ്കിൽ, EZ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് 1,700 വരെ കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് എല്ലാ വർഷവും കിട്ടിയിട്ടുണ്ട്. MU കാറ്റഗറി, മുസ്ലിം കാറ്റഗറിയിലാണെങ്കിൽ ഒരു 1,400-1,500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ്. അതിനൊക്കെ കഴിഞ്ഞ് സ്ട്രേ വേക്കൻസിയിൽ കിട്ടുമായിരിക്കാം. പക്ഷേ 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ 1,400-1,500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് MU കാറ്റഗറിയിൽ OBC നോൺ ക്രിമിനൽ വെച്ച് കിട്ടാനുള്ള സാധ്യത. അത് വിശ്വകർമ്മ സമുദായത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 2,000-2,200 റാങ്ക് വരെ. EWS കാറ്റഗറിയിൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് 3,200 കേരള മെഡിക്കൽ റാങ്ക് വരെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ്. അതുപോലെ തന്നെ SC വിഭാഗമാണെങ്കിൽ ഒരു 12,000 റാങ്ക് വരെ കേരളത്തിൽ ഗവൺമെൻറ് MBBS. ST കാറ്റഗറി ആണെങ്കിൽ ഏതാണ്ട് 22,000 റാങ്ക് വരെ ആണെങ്കിലും കേരളത്തിൽ ഗവൺമെൻറ് MBBS. ഇനി അത് സെൽഫ് ഫിനാൻസിങ് മേഖലയിലോട്ട് നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10,500 കേരള മെഡിക്കൽ റാങ്ക് വരെ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടും. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ മൈനോറിറ്റി സീറ്റ് ഉള്ളത് കൊണ്ട് ഒരു 11,500 കേരള മെഡിക്കൽ റാങ്ക് വരെ സീറ്റ് വർധനമൊന്നും വന്നില്ലെങ്കിൽ കേരളത്തിൽ MU കാറ്റഗറിയിൽ മൈനോറിറ്റി സീറ്റുകൾ കിട്ടും. ക്രിസ്ത്യൻ മൈനോറിറ്റി ഒരു 12,500 കേരള മെഡിക്കൽ റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടും. ബാക്കിയുള്ള എന്താ പറയുക BDS ഒക്കെ നമ്മൾ പറഞ്ഞു എത്ര റാങ്ക് വരെ ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് BDS ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഗ്രികൾച്ചറിനൊക്കെ ഏതാണ്ട് മെറിറ്റ് സീറ്റും സ്റ്റേറ്റ് മെറിറ്റും റിസർവേഷനും ഒക്കെ ഏതാണ്ട് അടുത്തടുത്ത് തന്നെയായിരിക്കും പോകുന്നത്. അതൊക്കെ നമുക്ക് മാക്സിമം ഓപ്ഷൻസ് വെക്കുക, കാറ്റഗറിക്ക് അനുസരിച്ച് വെക്കുക എന്നുള്ളത് മാത്രം ഓർത്താൽ മതിയാകും.
സാർ അങ്ങനെയെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമാണ് ഓപ്ഷൻസ് സമർപ്പിക്കേണ്ടത്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ മുസ്ലിം കാറ്റഗറിയാണ്, അല്ലെ മൈനോറിറ്റി കാറ്റഗറിയാണ്, അല്ലെ ക്രിസ്ത്യനാണ്, അതല്ലെങ്കിൽ SC ST ഒക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ കാറ്റഗറി എവിടെയാണ് പറയേണ്ടത്, അങ്ങനെ പ്രത്യേക ഓപ്ഷൻ ഉണ്ടോ, ഓരോ കാറ്റഗറിക്ക് ഓരോ സ്ഥലത്തിലാണോ ഓപ്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ പറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഫൈലിനകത്ത് എന്തൊക്കെ നമുക്ക് റിസർവേഷൻ ഉണ്ടോ, കേരളൈറ്റ് എന്നാണുള്ളതെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് സീറ്റുകളും റിസർവേഷനും നമുക്ക് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ EWS അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജനറലായിട്ടും EWS ആയിട്ടും പരിഗണിക്കും. അതിനകത്ത് EZ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്ഷനിലും ജനറലായിട്ടും ഈഴവയായിട്ടും നമ്മളെ പരിഗണിക്കും. MU ആണെങ്കിൽ ജനറലായിട്ടും MU ആയിട്ട് നമ്മളെ പരിഗണിക്കും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കാറ്റഗറി ഒന്നും പറയേണ്ടതായിട്ടില്ല. നമ്മുടെ പ്രിഫറൻസ് ഓർഡർ പറഞ്ഞാൽ മാത്രം മതി. എന്നാൽ മൈനോറിറ്റി സീറ്റ് കിട്ടാൻ ക്രിസ്ത്യൻ സമുദായത്തിന് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഓപ്ഷൻ കിട്ടാനും, മുസ്ലിം സമുദായത്തിന് മുസ്ലിം കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ആ ഓപ്ഷൻ കിട്ടാനും സെപ്പറേറ്റ് ഓപ്ഷൻ വെക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ളൊരു കുട്ടി മൈനോറിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, AC എന്നുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ, ജൂബിലി മെഡിക്കൽ കോളേജ് വെക്കുമ്പോൾ ജൂബിലി എന്നുള്ള മെറിറ്റ് വെച്ച് ജൂബിലി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ജൂബിലിയുടെ മൈനോറിറ്റി രണ്ടാമത്തെ ഓപ്ഷനാണ്, ആ മൈനോറിറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പം ജൂബിലിയുടെ മെറിറ്റ് സീറ്റ് ഒരെണ്ണം ഉണ്ട്. അപ്പം മെറിറ്റ് സീറ്റ് ആദ്യം വെക്കാൻ പറ്റുള്ളൂ, മൈനോറിറ്റി ആദ്യം വെക്കാൻ പറ്റില്ല. അപ്പോൾ ജൂബിലിയുടെ മെറിറ്റ് സീറ്റ് ആദ്യം, പിന്നെ ജൂബിലിയുടെ മൈനോറിറ്റി സീറ്റ്. മൈനോറിറ്റിക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ഫീസാണ്? അല്ലല്ല, രണ്ടിനും ഒരേ ഫീസാണ്. മെറിറ്റ് സീറ്റിന് 9 ലക്ഷമാണ്, മൈനോറിറ്റി സീറ്റിന് 9 ലക്ഷമാണ്. പക്ഷേ അത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രമാണ് ആ മൈനോറിറ്റി ആ പ്രൊഫൈലുള്ളത്. ഒരു ഹിന്ദു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടിക്കോ ജൂബിലിയിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ക്രിസ്ത്യൻസിനാണ് അവിടെ മൈനോറിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ജൂബിലിയിൽ നിന്ന് ഒരു ഓപ്ഷനും ജൂബിലിയുടെ മൈനോറിറ്റിയും വെക്കുന്നു. അമല മെഡിക്കൽ കോളേജിൽ നിന്ന് വെക്കുന്നു, അമലയുടെ മൈനോറിറ്റി വെക്കുന്നു. പുഷ്പഗിരിയുടെ മൈനോറിറ്റി, അത് അവനവൻ്റെ ഇഷ്ടം കേട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോലഞ്ചേരിയുടെ മൈനോറിറ്റി, ബിലീവേഴ്സിൻ്റെ മൈനോറിറ്റി, ഇങ്ങനെ ഈ മൈനോറിറ്റി വിഭാഗത്തിന് മാത്രം ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇപ്പം MES മെഡിക്കൽ കോളേജ്, MESൻ്റെ മൈനോറിറ്റി, KMCTയുടെ മൈനോറിറ്റി, അതുപോലെ ട്രാവൻകൂർ അങ്ങനെ 2 ഓപ്ഷൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വെക്കാനുണ്ട്. എന്നാൽ ഗവൺമെൻറ് കോളേജുകളിൽ അങ്ങനെ ഒരു മൈനോറിറ്റി സീറ്റൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ ആ പ്രിഫറൻസ് ഓർഡർ വെക്കാൻ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ സ്പോർട്സ് ഉണ്ട്, നമ്മൾ PWD ആണ്, നമ്മൾ ഈഴവയാണ്, മുസ്ലിമാണ്, NRI ഒന്നും പറയേണ്ടതില്ല. ആകെ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട്, നിങ്ങളിതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ ഇതനുസരിച്ച് നമുക്ക് എല്ലാ സീറ്റിലും നമ്മളുടെ എല്ലാ കാറ്റഗറിക്ക് അനുസരിച്ച് എല്ലാ റിസർവേഷൻ അനുസരിച്ച് നമുക്ക് തരാമെങ്കിൽ തന്നോളൂ. അത് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ ഒരാൾക്ക് ചിലപ്പോൾ 3 റിസർവേഷൻ ഉണ്ടാകാം. അയാൾക്ക് ജനറലായിട്ട് സ്റ്റേറ്റ് മെറിറ്റിൽ തരാമോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചിലപ്പോൾ ഈഴവയായിരിക്കും, ഈഴവയിൽ ആ ഒന്നാമത്തെ ഓപ്ഷൻ തരാമോ എന്ന് നോക്കും. അദ്ദേഹത്തിന് ചിലപ്പോൾ സ്പോർട്സ് കാണും, അപ്പോൾ അദ്ദേഹം ആ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സ്പോർട്സിൽ തരാമോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അദ്ദേഹത്തിന് എക്സ് സർവീസ്മാനും കൂടെ ആയിരിക്കും, എക്സ് സർവീസ്മാനിൽ തരാമോ എന്ന് നോക്കും. അങ്ങനെ ആദ്യത്തെ വെക്കുന്ന ഓപ്ഷനിൽ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ തരാമോ എന്ന് നോക്കും. ഇതൊന്നും തരാൻ പറ്റുകയില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയുമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത് ആദ്യം വെക്കുക, അത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് വെക്കുക. അങ്ങനെ നമുക്ക് മാക്സിമം ഓപ്ഷൻസ് ആദ്യം വെക്കണം. കേരളത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഓപ്ഷൻ വെക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ. സാർ, ഈ മൈനോറിറ്റി സാർ ഇപ്പോൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഓരോ കോളേജിന് ശേഷം മൈനോറിറ്റി എന്ന് വെക്കണോ അതോ ഒരു പ്രാവശ്യം മൈനോറിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അത് കുട്ടികൾ കാണിക്കുന്നൊരു ചെറിയൊരു അബദ്ധമാണ്. ചിലപ്പം കോളേജുകളൊക്കെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് വെക്കുന്ന കുട്ടികൾ കോലഞ്ചേരി, പുഷ്പഗിരി, ജൂബിലി, അമല എന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴോട്ട് പിന്നെ മൈനോറിറ്റി എടുത്ത് വെക്കും. അപ്പം എന്നാ കോളേജ് ചോദിച്ചാൽ കോലഞ്ചേരി കിട്ടാൻ അർഹത ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടാതെ താഴത്തെ കോളേജിലോട്ട് പോകും. അപ്പോൾ കോളേജും അതിൻ്റെ മൈനോറിറ്റിയും അടുത്തടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ ആ കോളേജാണ് പ്രിഫറൻസുകൾ, അത് കിട്ടുകയുള്ളൂ. മൈനോറിറ്റി താഴെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ NRIയിൽ നേരെ തിരിച്ചാണ്. NRIയിൽ ഫീസ് കൂടുതലാണ്, മൈനോറിറ്റിയിൽ ഒരേ ഫീസ് ആയതുകൊണ്ടാണ് അടുത്തടുത്ത് വെക്കുന്നത്. NRIയിൽ 22 ലക്ഷമല്ലേ. അപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ NRI വെക്കുന്ന ഒരാൾ 20 സെൽഫ് ഫിനാൻസിങ് വെച്ചിട്ടേ NRI സീറ്റ് താഴെ ഓപ്ഷൻ വെക്കുകയുള്ളൂ. അപ്പോൾ അത് എമൗണ്ട് കൂടുതലായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാനായിട്ട്. ഗവൺമെൻറ് MBBS സീറ്റ് ചിലർ നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും പറയുന്നതാണ്, ചില കോളേജുകൾ വെക്കാതിരിക്കും.
ചിലർ 12 കോളേജുകളും വെക്കും. അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് BDS ആണ് വേണ്ടതെങ്കിൽ ആദ്യം തന്നെ വെച്ചേ പറ്റുള്ളൂ. ഓക്കെ. ഇനി സെൽഫ് ഫിനാൻസിങ് MBBS ആണ് വെക്കേണ്ടതെങ്കിൽ ആദ്യം തന്നെ വെച്ചേ പറ്റുള്ളൂ. ഇനി ഗവൺമെൻറ് BDS ആണ് വെക്കേണ്ടതെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDS ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ കയറുമ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലും കയറുമ്പോൾ എന്തൊക്കെയാണോ അതിനകത്തെ അവൈലബിൾ ഓപ്ഷൻസ് അത് വെക്കാൻ ഒരവസരമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ വെക്കുക എന്ന് പറഞ്ഞ് നമ്മളെ താഴെ ഒരു സെൽഫ് ഫിനാൻസിങ് BDS വെച്ച് ഓർത്തുകൊണ്ട് എന്നാൽ ഇവന് അത് കൊടുത്തേക്കാം എന്ന് കൊടുക്കില്ല. റാങ്കിനനുസരിച്ച് ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയിട്ട് ആദ്യത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ് വെക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കാരണം എൻജിനീയറിങ്ങിനൊക്കെ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ 3-ാം ഘട്ടത്തിലൊക്കെ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കും. ഇനി 3-ാം ഘട്ടത്തിലും കിട്ടിയില്ലെങ്കിൽ 4-ാം ഘട്ടത്തിൽ പുതിയതായിട്ട് ഓപ്ഷൻ വെക്കാം. ഇതൊന്നും അല്ലെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓരോ കോളേജുകളിലും എൻജിനീയറിംഗ് നടക്കും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റിയാലും ഇനി ഒന്നും അല്ലെങ്കിൽ 4-ാം ഘട്ടം കഴിഞ്ഞിട്ട് കോളേജുകളിൽ തന്നെ നേരിട്ട് പോയാലും എൻജിനീയറിങ്ങിന് സീറ്റുകൾ കിട്ടും. കാരണം അത്രത്തോളം സീറ്റുകളുണ്ട്. മെഡിക്കലിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ആകെ വളരെ കുറച്ച് സീറ്റുകളും ക്വാളിഫൈ ചെയ്തിരിക്കുന്ന 75,000-ഓളം കുട്ടികളാണ്. അത്രയും വരുമ്പോൾ ഒരു ഓപ്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ നമുക്കൊരവസരമില്ലാതെ വരും. അതുകൊണ്ടാണ് ഓപ്ഷൻ കൊടുക്കുമ്പം മാക്സിമം ഓപ്ഷൻ കൊടുക്കണമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യം. സാർ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സംസാരിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾ സംസാരിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് സാർ. അപ്പോൾ നമ്മുടെ ആളുകൾക്കൊന്ന് മനസ്സിലാവും വേണ്ടി ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ റാങ്ക് നോക്കിയപ്പോൾ ഒരു 850 റാങ്കുള്ള ഒരു കുട്ടിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജോ ആലപ്പുഴയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു സേഫായിട്ട് അവർക്ക് ഇഷ്ടമുള്ളൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ കേരള അലോട്ട്മെൻറ്റിൽ ആദ്യത്തെ ഒരു 8-9 കോളേജ് മാത്രം കൊടുക്കും ചിലർ. യഥാർത്ഥത്തിൽ 12 കോളേജ് ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ പഠിക്കുകയുള്ളൂ, കേരളത്തിൽ തന്നെ പോകാനാണ് താല്പര്യവും. പക്ഷേ ഒരു 8-9 കോളേജ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കും. ഒരു 700 റാങ്കിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തീർന്നു പോയി. നോക്കൂ, 900 റാങ്ക് കിട്ടിയൊരു കുട്ടിയാണ്, അല്ലെ 950 റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അവനവൻ ഓപ്ഷൻ വെക്കാത്തത് കൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് ഒന്നും കിട്ടിയില്ല. എന്നാൽ വേറൊരു കുട്ടി 951 കുട്ടി, അയാൾ 12 കോളേജും വെച്ചു, അയാൾക്കൊരു സീറ്റ് കിട്ടി. അപ്പോൾ റാങ്ക് മെച്ചമുണ്ടെങ്കിലും ആ ഓപ്ഷൻ വെക്കാത്തതിനാൽ എനിക്ക് ആ സീറ്റ് കിട്ടാതെ പോയി. അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജും ഇപ്പം അത് ശരിക്കും ഈ പൈസയുടെ ഫീസിൻ്റെ കാര്യത്തിൽ വലിയ അന്തരം ഉള്ളതുകൊണ്ട്, ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയിലും അന്തരം ഉള്ളതുകൊണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോകാമെന്ന് താല്പര്യമുള്ളവർ പോലും ആദ്യത്തെ റൗണ്ടിൽ ആദ്യം ഓപ്ഷൻ കൊടുക്കുമ്പോൾ സെൽഫ് ഫിനാൻസിങ് MBBS വെക്കില്ല. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും? 4-ാമത്തെ ഘട്ടത്തിൽ സ്ട്രേ വേക്കൻസിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കും. ഈ പറഞ്ഞ കേരളത്തിലെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരുവിധപ്പെട്ട കോളേജുകളിൽ ലാസ്റ്റ് റൗണ്ട് വേക്കൻസി ഉണ്ടാവാറില്ല എന്നുള്ള ഒരു കാര്യം. ഇനി അങ്ങനെ ഉണ്ടാവുക തന്നെ ഒരു സീറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഒരു 2000 കേരള റാങ്ക്, 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 2000 ഒക്കെ കേരള റാങ്ക് ഉള്ളൊരു കുട്ടിക്ക് ആദ്യത്തെ റൗണ്ടിൽ അത് വെക്കാതെ പോയതുകൊണ്ട് ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ ഏറ്റവും അവസാനം പോകുന്ന അല്ലെങ്കിൽ ദൂരെയുള്ളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം സ്ട്രേ വേക്കൻസിയിൽ അവൈലബിൾ ഉള്ള ഓപ്ഷനല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളൂ. അവിടെ മാക്സിമം ഓപ്ഷൻസ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ ലാസ്റ്റ് റാങ്ക് നോക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ലാസ്റ്റ് റാങ്ക് നോക്കുന്നത് മുൻ വർഷങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമുക്ക് താല്പര്യമുള്ളത് ഏറ്റവും ആഗ്രഹമുള്ളത് മുതൽ ഈ വർഷം റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ളതും ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഏതെങ്കിലും ഒരു അഡ്മിഷൻ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ വർഷം ഈ അധ്യയന വർഷത്തിൽ ഒരു കോളേജിൽ പോകുമെങ്കിൽ തീർച്ചയായിട്ടും അത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാരണവശാലും ഞാൻ പോകുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് CUET വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ വെക്കണ്ട. പോകാവുന്ന കോളേജ് മാത്രമേ വെക്കാവുള്ളൂ. ഈ നീറ്റിൻ്റെ ഈ റാങ്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് എനിക്ക് സീറ്റ് വേണമെന്നുള്ളവർ മാക്സിമം ഓപ്ഷൻ വെച്ചേ പറ്റുകയുള്ളൂ. സാർ, ഒരു ചെറിയ സംശയം കൂടി. അതായത് നമ്മൾ മാക്സിമം ഓപ്ഷൻസ് വെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ ഈ ഓൾ ഇന്ത്യ കോട്ടയിലെ മറ്റ് അലോട്ട്മെൻറ്റിലും അതുപോലെ സ്ട്രേ വേക്കൻസിയിലെ ആ ഒരു അലോട്ട്മെൻറ്റിലും ഒക്കെ പങ്കെടുക്കാതിരിക്കാനുള്ള ചാൻസും ആ കുട്ടിക്ക് അർഹതപ്പെട്ട സീറ്റ് മറ്റൊരു കുറച്ചുകൂടെ ആ കുട്ടിയേക്കാളും മാർക്ക് കുറച്ച് കുറവുള്ളൊരു കുട്ടിക്ക് കിട്ടുക, അങ്ങനൊരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പം
ഈ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഒരു ആശങ്കയാണ് സാറ് പങ്കുവെച്ചത്. അതായത് ഞാനിപ്പം മുമ്പ് പറഞ്ഞതുപോലെ 12 ഗവൺമെൻറ് കോളേജും വെച്ചു, അല്ലെങ്കിൽ 20 സെൽഫ് ഫിനാൻസിങ് കോളേജും വെച്ച് ഞാനൊരു അഡ്മിഷൻ എടുത്താൽ സ്ട്രേ വേക്കൻസിയിലോ അല്ലെങ്കിൽ ഇനി ഓൾ ഇന്ത്യയിൽ തന്നെ മറ്റൊരു നല്ല ഗവൺമെൻറ് കോളേജൊക്കെ കിട്ടുമ്പം എൻ്റെ സാധ്യതയല്ലേ അവിടെ പോകുന്നതെന്നുള്ളത്. ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ റൗണ്ടാണ് ഇപ്പം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം പലരും ചില കേരളത്തിൽ കിട്ടും, അല്ലെ തമിഴ്നാട്ടിൽ നല്ല കോളേജ് കിട്ടും, അല്ലെ കർണാടകത്തിൽ നല്ല കോളേജ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഓപ്ഷൻസ് വളരെ ചുരുക്കി വെക്കും. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ വർഷവും നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ സെക്കൻഡ് റൗണ്ടിലൊരു ആൾക്ക് കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലോട്ട് മാറാൻ അവർ പെട്ടെന്ന് അനുവദിച്ചു, ക്വിറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സീറ്റാണ്. അപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ മാക്സിമം ഓപ്ഷൻസ് വെച്ചു. കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ വെച്ചു. ഒരു സീറ്റ് കിട്ടി. അവിടെ പോയി ചേരണമെന്നൊന്നുമില്ല. ഓൾ ഇന്ത്യയുടെ അകത്തെ ഘട്ടത്തിൽ ചേരണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു സീറ്റ് കിട്ടിയല്ലോ, നമുക്ക് അതെങ്കിലും ഉറപ്പായി. പിന്നെ നമ്മൾ കേരളത്തിനെ സമീപിക്കുന്നു. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ എന്താ സാധ്യത എന്ന് നോക്കുന്നു. കേരളത്തിലൊരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചേരുന്നു. ഇവിടെ കാരണം കേരളത്തിലൊരു അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഔട്ടാവും. കേരളത്തിൻ്റെ ഗവൺമെൻറ് സീറ്റ് വെച്ചു, സെൽഫ് ഫിനാൻസിങ് MBBS വെച്ചു, അല്ലെ ഗവൺമെൻറ് BDS വെച്ചു, അല്ലെ സെൽഫ് ഫിനാൻസിങ് BDS വെച്ചു, അല്ലെ NRI സീറ്റ് വെച്ചു. കേരളത്തിൻ്റെ മെഡിക്കലിൽ ഒരു സീറ്റ് നമ്മൾ വെച്ചാൽ അത് അലോട്ടഡ് ആയാൽ എടുത്തില്ലെങ്കിൽ ആ സ്ട്രീം മുഴുവൻ ക്യാൻസലായി പോകും. അപ്പോൾ ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് MBBS 10,000 റാങ്കുള്ള ഒരാളായിരിക്കും. അയാൾ അതിൻ്റെ താഴെ NRI സീറ്റ് വെച്ചു. കാരണം നമ്മൾ പറഞ്ഞു ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളെന്ന് പറഞ്ഞു. അദ്ദേഹം NRI സീറ്റും വെച്ചു. NRI സീറ്റ് വന്നു, അത് വന്നപ്പോൾ എടുത്തില്ല. കേരളത്തിൻ്റെ മുഴുവൻ 3 റൗണ്ടുകളിലും പിന്നെ പരിഗണിക്കില്ല. അതുകൊണ്ട് പോകാവുന്നതേ വെക്കുകയും ചെയ്യാവുള്ളൂ. അത് എടുത്താലും അടുത്ത റൗണ്ടിലോട്ടും അതിൻ്റെ അടുത്ത 3ാമത്തെ റൗണ്ടിലോട്ടൊക്കെ നമുക്ക് പോകാം. ഇനി ഓൾ ഇന്ത്യയുടെ 3ാമത്തെ റൗണ്ടിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രൻസ് കമ്മീഷനൊക്കെ അടയ്ക്കുന്ന പൈസയല്ലേ പോവുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളൊരു സീറ്റിലെത്തുക, പിന്നെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സീറ്റിൽ അടുത്തതിലോട്ട് പോവുക, അടുത്ത റൗണ്ടിലോട്ട് പോവുക, അപ്ഗ്രേഡ് ചെയ്യാം. അതുകൊണ്ടാണ് മാക്സിമം ഓപ്ഷൻ വെക്കാൻ പറയുന്നത്. ആദ്യം ഒരു സീറ്റ് എടുക്കുക. അത് ചിലപ്പോൾ അഗ്രികൾച്ചർ ആയിരിക്കാം, ആയുർവേദ ആയിരിക്കാം, ഹോമിയോ ആയിരിക്കാം, ഫിഷറീസ് ആയിരിക്കാം, ഫോറസ്ട്രി ആയിരിക്കാം. ഈ പിന്നീടത്തേക്കും വേണ്ടി മാറ്റി വെക്കരുത്. ആദ്യം ഈ വർഷം പോകുന്നുണ്ടെങ്കിൽ അത് MBBS BDSൻ്റെ ആണെങ്കിലും അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദത്തിൻ്റെ ആണെങ്കിലും ഒരു സീറ്റ് എടുക്കുക. എന്നിട്ട് അടുത്ത റൗണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക, അടുത്ത റൗണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം സാധ്യതയുള്ള മറ്റ് മേഖലകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ കോട്ടയെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുക. ആ അവസരത്തിൽ നമുക്കത് ക്വിറ്റ് ചെയ്യാനോ അങ്ങോട്ട് പോകാനൊക്കെ അവസരമുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ നിന്ന് ഗവൺമെൻറ് MBBSലോട്ടോ BDSലോട്ടോ ഒക്കെ വരാം. ആ സമയത്ത് ആദ്യം ഒരു സീറ്റ് എടുത്തതിന് ശേഷം അബദ്ധം പറ്റുന്നതിനേക്കാൾ, അതായത് ആദ്യം ഒരു സീറ്റ് എടുത്തിട്ട് നമ്മൾ ഉറപ്പിച്ച് നിന്നിട്ട് മുമ്പോട്ട് പോകുന്നത് അതാണ് കൂടുതൽ സേഫ്. അവസാനത്തെ റൗണ്ടിൽ ഒരു സീറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും സേഫ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു സീറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നല്ലത്. അതാണ് കൂടുതൽ നല്ലത് കണ്ടിരിക്കുന്നത്. അവസാനത്തെ സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയേക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് എടുക്കാതിരിക്കുന്നത് ഭയങ്കര അബദ്ധമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ സീറ്റ് ഏതെങ്കിലും ഒരു മേഖലയിൽ, അത് ഗവൺമെൻറ് MBBS ആവാം, സെൽഫ് ഫിനാൻസിങ് MBBS ആവാം, ഗവൺമെൻറ് BDS ആവാം, സെൽഫ് ഫിനാൻസിങ് BDS ആവാം, NRI സീറ്റുകളാവാം, എന്തെങ്കിലും അവനവൻ്റെ റാങ്കിനനുസരിച്ച്. അതുപോലെ അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദം പോലുള്ള സീറ്റാകാം, സെൽഫ് ഫിനാൻസിങ് ആയുർവേദമാകാം. ഏതെങ്കിലും ഒരു സീറ്റ് എടുക്കുന്നതാണ് നല്ലത്. അതിൽ ഇപ്പോൾ ഈ ആഗസ്റ്റ് ആദ്യത്തിനകത്ത് MBBSും BDSും മാത്രം. ആഗസ്റ്റ് 15 ആകുമ്പോഴത്തേക്കും അലൈഡ് കോഴ്സുകളെല്ലാം. ഇത് അലോട്ട്മെൻറ്റ് പാരലായിട്ടാണ് പോകുന്നത്. MBBSും BDSും ചേർന്നിട്ട് അതിൻ്റെ 4 ഘട്ടം, അലൈഡ് കോഴ്സ് ചേർന്നിട്ട് അതിൻ്റെ 4 ഘട്ടം. അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദം ചേർന്ന് എപ്പോൾ വേണമെങ്കിലും MBBS BDSലോട്ട് മാറാം, യാതൊരു കുഴപ്പമില്ല. സ്ട്രേ വേക്കൻസിയിൽ മാറാം, അങ്ങോട്ട് മാറുകയും. അപ്പം അത് നമ്മൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് നമുക്ക് കൂടുതൽ സേഫാണെന്ന് തോന്നുകയാണെങ്കിൽ കോഴ്സ് ചേഞ്ച് ചെയ്യാനും അവിടെ അവസരമുണ്ട്. ആദ്യം ഒരു സീറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോർത്താൽ മാത്രം മതിയാകും. അവസാനത്തേക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുതെന്ന് മാത്രം. കേരളത്തിൽ ഒറ്റ അവസരമേ ഉള്ളൂ ഓപ്ഷൻ വെക്കാനായിട്ട്. അലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ പിന്നീട് നടക്കുന്ന 3 റൗണ്ടുകളിൽ പരിഗണിക്കത്തുമില്ല. സാർ, ഇപ്പോൾ
ആദ്യം ഇപ്പോൾ ഈ വർഷമൊക്കെ അലോട്ട്മെൻറ്റിനൊക്കെ പുതിയതായിട്ട് സമീപിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എന്താണ് സ്ട്രേ വേക്കൻസി? ഇപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ സ്ട്രേ വേക്കൻസിയിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തേക്ക് തന്നെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അതിന് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അതിനെങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നോക്കി കാണേണ്ടത് സ്ട്രേ വേക്കൻസി? ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും പേരെന്ന് പറഞ്ഞാൽ നമുക്ക് 4 റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. റൗണ്ട് 1, റൗണ്ട് 2, മോപ്പപ്പ് റൗണ്ട്, സ്ട്രേ വേക്കൻസി. റൗണ്ട് 1-ൽ നിന്ന് റൗണ്ട് 2-ലോട്ട് പോകാം, റൗണ്ട് 2-ൽ നിന്ന് മോപ്പപ്പ് റൗണ്ടിലോട്ട് പോകാം. മോപ്പപ്പ് എന്ന് പറഞ്ഞാൽ വേക്കൻസി ഉള്ള സീറ്റുകൾ ഡിസ്പ്ലേ ചെയ്യും. അതിനകത്തോട്ട് ഓൾറെഡി ഉള്ള ഓപ്ഷൻ വെച്ചിട്ട് തന്നെ, പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുകയില്ല, അവൈലബിൾ ഓപ്ഷൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് സീറ്റ് തരും. ഇതിലൊന്നും നമുക്ക് സീറ്റ് അലോട്ടഡ് ആയിട്ടില്ല, നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ സീറ്റുകൾ കാണിക്കും, ഇത്ര വേക്കൻസികളൊന്ന് കാണിക്കും. TC കയ്യിലുള്ളവർ, അതായത് ഒരു കോളേജിലും ചേരാതെ നിൽക്കുന്നവർക്ക്, അത് അലൈഡ് കോഴ്സിലൊന്നും അല്ല, MBBS BDSൽ ഒരു കോഴ്സിലും MBBSൻ്റെയോ BDSൻ്റെയോ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ചേർന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. അത് ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും രണ്ടിലും പങ്കെടുക്കാം. അപ്പോൾ സ്ട്രേ വേക്കൻസി എന്ന് പറഞ്ഞാൽ 3 റൗണ്ടിലും ശേഷം മിച്ചം വരുന്ന സീറ്റെന്ന് ഓർത്താൽ മതി. അത് ഓൺലൈൻ തന്നെയാണ്. അലോട്ട്മെൻറ്റ് സീറ്റ് നമുക്ക് കൊടുക്കുക തന്നെയാണ്, എല്ലാവരും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ സീറ്റുകളുടെ വേക്കൻസികൾ കാണിക്കും. ഒരു അഡ്മിഷനും കിട്ടാത്തവർക്ക് ഓപ്ഷൻ കൊടുക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പോകണം, ഇല്ലെങ്കിൽ അടുത്ത 2026 എക്സാമിനെ ബാധിക്കും. ഇപ്പം 4 സീറ്റുകളോ 5 സീറ്റുകളോ ആയിരിക്കും ഒഴിവ് വരുന്നത്. അപ്പം കൃത്യമായിട്ട് അറിയാം ഇത്ര പേർക്ക് ഇത്ര സാധ്യതയുള്ളതെന്നറിയാം, എങ്കിലും എല്ലാവരും ഓപ്ഷൻ കൊടുക്കുന്നു. അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായിട്ട് പോയി ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സീറ്റും അഡ്മിഷൻ കിട്ടാത്തവരെ അതിന് പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ അതിന് സാധ്യതയുള്ളൂ. അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന അപകടമാണ്. ഇപ്പം നമ്മുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബെർലിനിൽ നിന്നല്ല, എപ്പോഴും ഓരോ സ്റ്റേറ്റുകളിലും അതാത് ടോപ്പ് മെഡിക്കൽ കോളേജ് കിട്ടാനായിട്ടോ അല്ലെ എയിംസ് പോലുള്ള കിട്ടാനായിട്ടോ നല്ല മാർക്കുള്ള കുട്ടികൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ട്. 530, 540, 550 മാർക്കുള്ളവരൊക്കെ ഒന്നുകിൽ എയിംസ് ഡൽഹിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ജിപ്പറിൽ പഠിക്കണം, അല്ലെങ്കിൽ ടോപ്പായിട്ടുള്ള കോളേജിൽ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതെ നിൽക്കും. ഇവർ ഈ സെപ്റ്റംബർ അവസാനം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? വേക്കൻസികൾ നോക്കി നിൽക്കുകയാണ്, ഇവർ കയറി ഓപ്ഷൻ കൊടുക്കും. അപ്പം ഈ അവസാനം നിൽക്കുന്നവർക്കായിരിക്കുമല്ലോ ഒരു പക്ഷേ സ്ട്രേ വേക്കൻസിയിൽ സീറ്റുകൾ കിട്ടുന്നത്. ഇങ്ങനെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ നിൽക്കുന്ന ഒരാൾക്കോ 2 പേർക്കോ വല്ലതും ആയിരിക്കും. അപ്പം പിന്നെ നമുക്കുള്ളത് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ 1-2 വേക്കൻസി അവിടെയും കാണും. ഈ പോകാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ അത് പോയി എടുക്കേണ്ടി വരും, ആദ്യം പങ്കെടുക്കാതെ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഒഴിവ് വരുന്ന 1% താഴെയുള്ള സീറ്റുകളാണ്. ചിലപ്പോൾ അത് സാർ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവർ നോക്കി കാണുമ്പോൾ ഞാൻ എന്നെക്കാളും റാങ്ക് കുറവുള്ളവരെ എടുത്തല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇത് അനന്തമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് റൗണ്ട് 1, റൗണ്ട് 2, മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്ന വേക്കൻസി സീറ്റ് കാണിക്കുന്നു. ഇതിലൊന്നും പങ്കെടുക്കാത്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു നിയമം സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശാനുസരണമാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒത്തിരി അനന്തമായിട്ട് നീളാതെ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്ട്രേ വേക്കൻസി. അത് സുപ്രീം കോടതി അംഗീകരിച്ചതുമാണ്. സാർ, ഇപ്പോൾ കേരള മെഡിക്കൽ വന്നു, അതൊരു യാഥാർത്ഥ്യം. ഇനി മറ്റ് സ്റ്റേറ്റുകളിലെ അലോട്ട്മെൻറ്റിനെയൊക്കെ എങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികൾ നോക്കിക്കാണേണ്ടത്? ഇപ്പം മറ്റുള്ള ഈ കേരള മെഡിക്കൽ പോലെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ എല്ലാം സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റുകൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. കർണാടക, ആന്ധ്ര, തെലുങ്കാന അങ്ങനെയുള്ള എല്ലായിടത്തും അത് നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആകെ കിട്ടുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ 15% മാത്രമേ ഉള്ളൂ. അപ്പം മറ്റൊരു സ്റ്റേറ്റിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ സീറ്റ് കിട്ടണമെങ്കിൽ, MBBSനോ BDSനോ വേണമെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒക്കെ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലൊക്കെ വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. അതിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ BSc നേഴ്സിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ 28-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടക്കുന്നു. ഐസറിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ഇപ്പോൾ CUET വെച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാ അഡ്മിഷൻ നടക്കുന്നു. അതിൻ്റെ ICARൻ്റെ അഗ്രികൾച്ചറിൻ്റെ അഡ്മിഷൻ, CUET വെച്ചിട്ടുള്ള ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ അഡ്മിഷൻ ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി ആരംഭിക്കും. ബാക്കിയുള്ളതെല്ലാം തന്നെ നടക്കുന്നു. ഓൾ ഇന്ത്യ വെറ്റിനറി VCA കൗൺസിലിംഗ് വെച്ചിട്ടാണ്, അതും ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നടക്കുന്നു. BAMS, BHMS പോലെയുള്ളതിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആയുഷ് വഴിയാണ്, അതും ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി ആരംഭിക്കും. അതുപോലെ ജിപ്പറിലെ നേഴ്സിങ്ങും അലൈഡ് കോഴ്സുകളും
ഒരു സെപ്റ്റംബർ മാസത്തിൽ സെപ്പറേറ്റ് വിളിക്കുകയാണ് ചെയ്യുന്നത്. ജിപ്മറിൽ മാത്രം 92 BSc നേഴ്സിംഗ് സീറ്റുകളുണ്ട്. എല്ലാ അലൈഡ് കോഴ്സുകളുടെയും സീറ്റുകളുണ്ട്, 5 സീറ്റുകൾ വെച്ച്. അതിന് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്. jipmer.edu.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് MCCയുടെ സൈറ്റ് വഴി നടക്കുന്നതിനകത്ത് MBBS, BDS, BSc നേഴ്സിംഗ്. BSc നേഴ്സിംഗിന് ഇത്തവണ 7 കോളേജുകളുണ്ട്. അപ്പോൾ ഒരു 2 ലക്ഷം റാങ്ക് ആണെങ്കിലും ഓൾ ഇന്ത്യ തലത്തിലൊരു BSc നേഴ്സിംഗ് കിട്ടണമെങ്കിൽ വലിയ സാധ്യതയാണ് MCCയുടെ സൈറ്റിലുള്ളത്. കുട്ടികളൊക്കെ അതിനകത്ത് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നേഴ്സിംഗിന് ഇനി വലിയ സാധ്യതകളാണല്ലോ വരാൻ പോകുന്നത്. അതും വളരെ ഒരു നല്ല ഓപ്ഷനായിട്ട് കുട്ടികൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഈ വർഷം ഓൾ ഇന്ത്യ തലത്തിലും നമ്മുടെ കേരളത്തിലും MBBSന് സീറ്റ് വർധനവ്. അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളമാണ് സർ? അതായത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഓരോ വർഷങ്ങളായിട്ട് 10,000 സീറ്റുകൾ വീതം കൂട്ടിയിട്ട് 5 വർഷം കൊണ്ട് 75,000 MBBS സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പറഞ്ഞിരുന്നു. അത് ഈ വർഷം ഏതാണ്ട് 10,000-ഓളം സീറ്റുകൾ കൂട്ടുന്നുണ്ട്. അതായത് 280 ബെഡെങ്കിലുള്ള ആശുപത്രികളെല്ലാം മെഡിക്കൽ കോളേജിലായിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ളിടത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫാക്കൽറ്റി നിയമങ്ങൾ, NMCയുടെ വെരിഫിക്കേഷനുകൾ, അങ്ങനെയെല്ലാം വളരെ വിപുലമായ ഒരു സജ്ജീകരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിൽ സ്വകാര്യ മേഖലയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം അഴിമതി ആരോപണങ്ങൾ പലയിടത്തു നിന്നായിട്ട് CBIയുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് ഈ സീറ്റ് വർധനവ് പോയതുകൊണ്ട് തൽക്കാലം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അത് ബാൻ ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരുദ്ദേശിക്കാത്ത മറ്റൊരു തലത്തിലോട്ട് അത് കടന്നുപോയി. പക്ഷേ അതൊന്നും സീറ്റ് വർധനവിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. സാധാരണ എല്ലാ വർഷവും തന്നെ 2ാം ഘട്ട അലോട്ട്മെൻറ്റുകളിലൊക്കെയാണ് സീറ്റുകൾ കൂട്ടുന്നത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടുകളിൽ അത് പ്രതിഫലിച്ചില്ലെങ്കിൽ പോലും ആഗസ്റ്റ് 12 അല്ലെങ്കിൽ ആഗസ്റ്റ് 20 നടക്കുന്ന അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് വർധന ഉണ്ടാകും, സ്വകാര്യ മേഖലയിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുമ്പം അതുണ്ടാകും എന്നുള്ളതാണ്. തൽക്കാലം ഈ ആദ്യത്തെ റൗണ്ടിൽ 2024 വലിയൊരു സീറ്റ് വർധന ഉണ്ടായിട്ടില്ല. 2024 അതേ സീറ്റ് മെട്രിക്സ് വെച്ചിട്ട് തന്നെയാണ് ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും അഡ്മിഷൻ നടക്കാൻ പോകുന്നത്. സീറ്റ് വർധനമൊക്കെ നമുക്ക് അടുത്ത ഒരു റൗണ്ടോടുകൂടി ആഗസ്റ്റ് പകുതിയോടുകൂടി നമുക്കറിയാനായിട്ട് സാധിക്കും. ഗവൺമെൻറ് മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. സാർ, ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള വാരം ശിവൻ സാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ നമ്മുടെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, അങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യ റൗണ്ടിൽ ഈ പറഞ്ഞ പോലെ MBBS, BDS, നേഴ്സിംഗിൻ്റെ ഒക്കെ ഓൾ ഇന്ത്യ തലത്തിൽ MCC.NIC.in എന്നുള്ള ആദ്യത്തെ റൗണ്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികളെ നോക്കി കാണേണ്ടത്? അതെ, ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് MCC.NIC.in എന്ന വെബ്സൈറ്റിൽ MBBS, BDS, BSc നേഴ്സിംഗ്, അത് ഗവൺമെൻറ് മേഖല, ESIയുടെ കോളേജുകൾ, എയിംസ്, ജിപ്മർ, ഡീംഡ് കോളേജുകൾ, അതുപോലെ AFMCയിൽ കിട്ടുന്ന കുട്ടികൾ അവരുടെ റോൾ നമ്പർ അനുസരിച്ച് അവർ പൂനെയിലോട്ട് ചെന്നിട്ട് ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ടോളർ, അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ്, ഇൻ്റർവ്യൂ, ഇതിനെല്ലാം ഹാജരായിട്ട് അവർ തിരിച്ച് അവർക്ക് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റ് എടുക്കുകയോ അല്ലെ തിരിച്ച് നാട്ടിലോട്ട് മടങ്ങുകയോ ചെയ്യാം. എന്നിട്ട് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. AFMC അല്ലാത്തുള്ളവർക്കെല്ലാം ഒരു സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഒന്നുകിൽ ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ ESIC, എയിംസ് ഏതെങ്കിലും ഒരു സീറ്റാണ് കിട്ടുന്നത്. അതിന് ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിക്കുള്ളിൽ ആ കോളേജിൽ പോയി എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് ഫീസ് അവിടെ അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കാം. എന്നിട്ട് അടുത്ത റൗണ്ടുകളിൽ ഫർദർ പരിഗണിക്കണമെങ്കിൽ വില്ലിങ്നെസ് എസ് എന്ന് പറയാം. ഈ ആദ്യത്തെ റൗണ്ടിൽ കുട്ടികൾക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. അതായത് ആ കിട്ടിയ കോളേജിനേക്കാളും ഒരു ഹയർ ഓപ്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്നെങ്കിൽ സംസ്ഥാനത്തായിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കാം. ഫസ്റ്റ് റൗണ്ടിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലേതാണെങ്കിലും. AFMC ഒഴിച്ച്, AFMCക്ക് ഒറ്റ റൗണ്ടേ ഉള്ളൂ. AFMCക്ക് പോയില്ല പിന്നെ പരിഗണിക്കത്തേ ഇല്ല. പക്ഷേ ബാക്കി ഏതിനും പിന്നീട് അടുത്ത റൗണ്ടിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനും 3ാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനും ഒക്കെ അവസരമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് നടന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് റൗണ്ടിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്, സംസ്ഥാന തലങ്ങളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ഫ്രീ എക്സിറ്റ്. പക്ഷേ ആ നിശ്ചിത സമയത്തിനുള്ളിൽ ചേർന്നില്ലെങ്കിൽ ആ കിട്ടിയ സീറ്റ് പോയി. പക്ഷേ നമ്മുടെ പൈസയും പോയിട്ടില്ല, അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അർഹതയും പോയിട്ടില്ല. നമ്മുടെ ആ സീറ്റ് 8-ാം തീയതി കഴിഞ്ഞാൽ പോവും.
8-ാം തീയതി വരെ ആ സീറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാലും ആ കോളേജിലൊന്ന് പോയി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ ചിലപ്പോൾ ആന്ധ്രയായിരിക്കാം കിട്ടിയിരിക്കുന്നത്, അല്ലെ തെലുങ്കാന ആയിരിക്കാം, അല്ലെ ഏതെങ്കിലും ഒരു എയിംസ് ആയിരിക്കാം, അല്ലെ തമിഴ്നാടോ കർണാടക ആയിരിക്കാം. ഈ അഡ്മിഷൻ നടപടികൾ എന്താണ്, ആ കോളേജ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അങ്ങോട്ടുള്ള ദൂരം എങ്ങനെയാണ്, ഇനി 2ാമത്തെ റൗണ്ടിൽ അത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ആ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ കോളേജിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണ്ട, തിരിച്ചു പോരാലോ. അഡ്മിഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല, 2ാം റൗണ്ടിൽ വേറൊരു സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് പുതിയ കോളേജിലോട്ട് പോകാം. അപ്പം വീണ്ടുമുള്ള റൗണ്ടുകളിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യ റൗണ്ടിൽ കുട്ടികൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ പോയി കാണാം, അഡ്മിഷൻ എടുക്കാം, എന്നിട്ട് സ്റ്റേറ്റിൽ കിട്ടിയാൽ തിരിച്ച് ഇങ്ങോട്ട് വരാം, അല്ലെ ഓൾ ഇന്ത്യയുടെ തന്നെ അടുത്ത റൗണ്ടിലോട്ട് പോകാം. ഇനി ആദ്യത്തെ റൗണ്ടിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ കിട്ടിയ സീറ്റ് പോയെന്ന് മാത്രമേ ഉള്ളൂ, ഫീസും പോവുകയില്ല, അടുത്ത റൗണ്ടിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനൊന്നുമല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിനാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ റൗണ്ടിൽ നമ്മളൊരു 22,000-23,000 വരെയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ റൗണ്ട് വരെയൊക്കെ ഉള്ളവർക്ക് ബാക്കി സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് നല്ലത് തന്നെയാണ്. എന്നിട്ട് പിന്നീട് നമുക്ക് അടുത്ത റൗണ്ടുകളിലൊക്കെ അതിനനുസരിച്ച് പിന്നെ ഓപ്ഷൻ വെച്ചാൽ മതിയല്ലോ, ആ കോളേജ് വെക്കണോ വേണ്ടതെന്നൊക്കെ പിന്നീട് ആലോചിക്കാമല്ലോ. ഓരോ റൗണ്ടും ഓൾ ഇന്ത്യയിൽ ഇൻഡിവിജ്വലാണ്, വേണം ചേരണം നിർബന്ധമില്ല, പുതിയതായിട്ട് വേണം ഓപ്ഷനൊക്കെ കൊടുക്കുകയും ചെയ്യാം. എത്ര കോളേജും ഓപ്ഷൻ വേണേൽ 2ാമത്തെ റൗണ്ടിൽ കൊടുക്കാം, 3ാമത്തെ റൗണ്ടിലും കൂടുതൽ ഓപ്ഷൻ കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ആദ്യ റൗണ്ടിൽ പോകുന്നതാണ്, പോയി ആ കോളേജ് പരിസരമൊക്കെ കാണുന്നത് തന്നെയാണ് 100% നല്ലത്. അഡ്മിഷൻ എടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റിലോട്ട് മടങ്ങാനുള്ള അർഹത നഷ്ടപ്പെടുന്നുമില്ല, അത്ര ഓർത്താൽ മതി. ഓപ്ഷൻ മാക്സിമം വെക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഓപ്ഷൻ വെക്കണം. അത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജ് ഓൾ ഇന്ത്യ വഴി എടുക്കുന്നതാണ് കേരളത്തിലെ മറ്റു കുട്ടികൾക്ക് നല്ലത്. ഓരോ കുട്ടിക്കും ആഗ്രഹമുള്ള കോളേജ് ഓൾ ഇന്ത്യ വഴി എടുക്കുന്നതാണ് കേരളത്തിലെ മറ്റു കുട്ടികൾക്ക് നല്ലത്. അത് ഓർത്താൽ മാത്രം മതിയാകും, ഒന്ന് പോയി കാണുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ശിവൻ സാറിനൊപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കേരള മെഡിക്കൽ റിസൾട്ട് വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡുമായിട്ട് വരുന്നത്. അതുകൂടാതെ കേരള മെഡിക്കൽ വന്ന ആ ഒരു ദിവസം തന്നെ ശിവൻ സാറിൻ്റെ ലൈവ് കൃത്യമായിട്ട് 7 മണിക്ക് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ശിവൻ സാർ ഇന്ന് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികൾക്കും അർഹതപ്പെട്ട സീറ്റ് നഷ്ടമാവരുത് എന്ന കൃത്യമായ ആ ഒരു നല്ല മനസ്സോടു കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായിട്ട് ഇന്ന് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നത്. അതുകൂടാതെ ശിവൻ സാർ പറഞ്ഞു നോക്കിയുണ്ടായി, ഇനി വരുന്ന വാരങ്ങളിൽ എന്ന് പറയുന്നത് ഓരോ റൗണ്ടുകളുടെയും കാലഘട്ടമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫോർത്ത് അലോട്ട്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെ കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി ഗൈഡ് ചെയ്തുകൊണ്ടാണ് അവരെ അർഹതപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചത്. അതിൽ വലിയൊരു പ്രാധാന്യം ബ്രില്യൻറ്റിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിലൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അവരിലേക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുകയും വേണം. കാരണം അല്ലേ സാർ, തീർച്ചയായിട്ടും ഇത് ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ്. കാരണം ഈ കോഴ്സുകൾ അഡ്മിഷൻ എടുക്കുന്നതിൽ പലർക്കും വിമുഖതയുണ്ട്, അത് മാറണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ധാരാളമാണ്. അപ്പോൾ അതിനകത്തൊക്കെ അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഒരു യാത്രയ്ക്ക് യാതൊരു തടസ്സവുമില്ല. ആ സീറ്റ് എടുക്കണം, ആഗ്രഹിക്കുന്നൊരു സീറ്റ്, പോകാവുന്നൊരു സീറ്റ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കുകയും ആ ഒരു സീറ്റിൽ നിന്നുകൊണ്ട് വേണം അടുത്ത അലോട്ട്മെൻറ്റിനെ അവർ സ്വീകരിക്കാൻ വേണ്ടി നോക്കിക്കാണാൻ. അപ്പം അതിനനുസരിച്ച് ആ നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഒരു സീറ്റ് എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് താങ്കൾക്ക് കിട്ടാൻ അർഹതയുള്ളവരുടെ സീറ്റ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് ഓർത്താൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയി അഗ്രികൾച്ചറിന് ചേർന്നു, അല്ലെങ്കിൽ വെറ്റിനറിക്ക് ചേർന്നു, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ചേർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിന് മറ്റു സീറ്റ് കിട്ടാതെ പോയേക്കാം, അങ്ങനെ ഒരു ധാരണ വേണ്ട. ആദ്യം കിട്ടുന്നൊരു സീറ്റ് എടുക്കണം നിർബന്ധമായിട്ടും. പോകുന്ന ഒരു സീറ്റാണെങ്കിൽ ഈ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടോ, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ വെറ്ററിനറി കൗൺസിലിംഗ് വെച്ചിട്ടോ ഒക്കെ ആദ്യം ഒരു സീറ്റ് എടുക്കുക. അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള ഹയർ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എത്തുന്നതെങ്കിൽ നമുക്കൊന്നുമില്ലാതെ പോകും. അപ്പോൾ അതല്ല, ആദ്യം ഒരു സീറ്റിൽ ചേരണം. അത് ഏത് മേഖലയാണെങ്കിലും ചേരണം എന്ന് തന്നെയാണ് ഒരു അഭ്യർത്ഥന എല്ലാവരോടും പറയാനായിട്ടുള്ളത്.
അപ്പോൾ ഈ വർഷം എൻട്രൻസ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. ഇതിൽ ഒരുപാട് കരുതലുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ശിവൻ സാർ അതാണ്, ഇതൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളമെമ്പാടും ഇരുന്ന് അല്ലെങ്കിൽ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.